മധുരം മാംഗല്യം 2. രചന അവതരണം നിള കാർത്തിക. മാളിയേക്കൽ എന്നെഴുതിയ ഗേറ്റിനോട് ചേർന്ന് സ്കൂട്ടർ വെച്ചു മഹാലക്ഷ്മി. കല്യാണത്തിനായുള്ള വലിയൊരു പന്തലാണ് അടുത്തടുത്തുള്ള ആ 2 നില വീടുകളിലായി ഇട്ടിരിക്കുന്നത്. മാളിയേക്കൽ പരേതനായ രാമചന്ദ്രൻ നായർക്കും സുഭദ്രയ്ക്കും 2 മക്കൾ. മൂത്തവൻ റിട്ടയർഡ് ബാങ്ക് മാനേജർ വിജയചന്ദ്രൻ, ഭാര്യ അനില. ഒരു മകൾ മഹാലക്ഷ്മി. രണ്ടാമത്തെയാൾ സുഭാഷ് ചന്ദ്രൻ, മിലിട്ടറിയിലായിരുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്ത് ടൗണിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. ഭാര്യ മാലതി. 3 മക്കൾ. മൂത്തയാൾ ദേവജിത്ത്, രണ്ടാമത്തെ താര, മൂന്നാമത്തത് അർജുൻ. 2 കുടുംബങ്ങളുടെയും വീടുകൾ അടുത്തടുത്താണ്. ഒരു മതിൽ പോലും നിർമ്മിച്ചിട്ടില്ല. കാരണം ഒരു മതിൽ പോലും അവരുടെ സ്നേഹബന്ധത്തിന് നടുവിൽ വരാൻ 2 സഹോദരങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അലങ്കരിച്ചിരിക്കുന്ന ചുവന്ന പരവതാനിയിലൂടെ 2 പേരും അകത്തേക്ക് നടന്നു. മഹാ, എന്താ? ഞാൻ കണ്ണേട്ടനെ കണ്ട കാര്യം നീ ആരോടും പറയരുത്. ദേവേട്ടൻ അറിഞ്ഞ എന്നെ തീർക്കും. ഞാൻ സത്യം ചെയ്താൽ മറന്നോളാമെന്ന്. ഇനിയിപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ചേച്ചി ഒളിച്ചോടുമ്പോൾ എല്ലാവരും അറിയുമില്ലോ. മഹാ കൂർത്തു നോക്കി പറഞ്ഞു. ഞാൻ പോകുന്നില്ല മഹാ. നീ പറഞ്ഞത് നേരാ. എനിക്ക് വയ്യ അയാളുടെ കൂടെ കരിപുരണ്ട് ജീവിക്കാൻ. അതാണ്. അപ്പോഴെൻ്റെ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. കണ്ണേട്ടൻ രാത്രി വരും. അപ്പോഴെന്നാ ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു കണ്ണേട്ടൻ. ഇനി ആ പേരിവിടെ മിണ്ടരുത്. അവൾ പുച്ഛിച്ചു വിടുമ്പോൾ ആശ്വാസത്തോടെ താര അകത്തേക്ക് നടന്നു. ഓ, ഒരു ഒളിച്ചോട്ടം കുളമാക്കിയപ്പോൾ എന്തൊരാശ്വാസം. അമ്മേ, ഒരു ഗ്ലാസ് മോരും വെള്ളം ഇങ്ങെടുത്തോളൂ. കയ്യിലിരിക്കുന്ന ചാവിയെ വായുവിൽ ചുഴറ്റിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കയറി മഹാലക്ഷ്മി. അകത്തേക്ക് തുള്ളിച്ചാടി ഓടുമ്പോൾ ആരോ എടുത്തുയർത്തിയിരുന്നു അവളെ. കാർത്തിയേട്ടാ! അവൾ ചിരിയോടെ വിളിച്ചു കൂകുമ്പോൾ ആരൊക്കെയോ ചുറ്റിനും ഓടി വന്നിരുന്നു. കാർത്തി അവൾ 2 വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. എടാ ചെക്ക, ആ പെണ്ണിനെ വിടറാ. കാർത്തിയുടെ അമ്മ മഹായുടെ അമ്മായി ശ്രീദേവി പറയുന്ന കൂടെ കാർത്തിയുടെ കയ്യിൽ അടിച്ചു. അതോടെ നിലത്തേക്ക് അവളെ ഇട്ടിരുന്നു അവൻ. അപ്പോഴേക്കും ചുറ്റും കൂടിയതെല്ലാം കിടന്ന് ചിരിക്കാനും തുടങ്ങി. നടുമ്പുറം തൂത്തുകൊണ്ട് മുമ്പിൽ ചിരിച്ചു നിൽക്കുന്നവരെല്ലാം കൂർപ്പിച്ചു നോക്കി മഹാ ചാടി എഴുന്നേറ്റു. എടാ, എന്നെ ഉരുട്ടിയിട്ടോ നീ? ഇതിനാണോ നീ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഓടി വന്നത്? ചെന്നുകൊണ്ട് അവൻ്റെ വയറിൽ കൈമുഷ്ടി ചുരുട്ടി ഇടിച്ചു കഴിഞ്ഞിരുന്നു അവൾ. എടി പെണ്ണെ, ഇതൊരു കല്യാണ വീടാണ്. എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? അനില കയ്യിൽ കിട്ടിയ മൊബൈൽ ചാർജറുമായി വരികയും നീട്ടി അവളെ അടിക്കാൻ വീശിയതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് സംരക്ഷണം പോലെ നിന്നൊരുവൻ. പെട്ടെന്നുള്ള വലിയിൽ വട്ടം ചുറ്റി വന്നു നിന്നത് അവൻ്റെ ഉറച്ച നെഞ്ചിലായിരുന്നു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലായി അമർന്നു. മഹാ 2 കൈ ആ നെഞ്ചിലായി അമർത്തിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് നെറ്റി മുട്ടിച്ച് നിന്നു. പിന്നെ കണ്ണൊന്ന് ചിമ്മി തുറന്നു. കൺമുമ്പിൽ നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ മിഴിയൊന്ന് വിടർത്തി നോക്കിയവൾ. ശിവേട്ട, ഇതെപ്പോൾ വന്നു? അവൾ വലിയൊരു അതിശയം കണ്ടതുപോലെ അവൻ്റെ കയ്യിൽ പിച്ചി ചോദിച്ചു. ആ പെണ്ണേ! അവൻ കൈയൊന്ന് അമർത്തി തൂത്തുവിട്ടു. ദേ, ഇതിനു വേണ്ടി ഞങ്ങളുടെ മഹാക്കുട്ടിയുടെ ഈ ഞെട്ടൽ കാണാൻ. പരിഭവത്താൽ ചുവന്നുപോയ അവളുടെ നീണ്ട മൂക്കിൻ തുമ്പിനെ തൊട്ടെടുക്കുന്ന പോലെ അവൻ വിരലൊന്ന് തോണ്ടി വിട്ടു. അവൾ ചിരിയോടെ ചുറ്റും നോക്കി. അപ്പോൾ മാനവേട്ടനും നവിയേട്ടനും വന്നില്ലേ? പിന്നെ ഞങ്ങളുടെ ഒരേ ഒരു മുറപ്പെണ്ണിനെ കാണാനുള്ളൊരു അവസരം ഞങ്ങൾ 4 ചെറുക്കന്മാർ വേണ്ടെന്ന് വെക്കുമോ പെണ്ണെ? മാനുവും നവീനും കൂടി അവളുടെ അടുത്തേക്ക് വന്ന് വട്ടം ചുറ്റിപ്പിടിച്ചതും 4 പേരും കൂടി അവളെ എടുത്തുയർത്തി. അനിലയുടെ മൂത്തത് 2 ചേട്ടന്മാരാണ്. 2 പേർക്കും കൂടി ആകെ 4 ആൺകുട്ടികൾ. മഠത്തിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു പെൺതരിയാണ് മഹാലക്ഷ്മി. 4 പേരുടെയും കൂടി ഒരേ ഒരു മുറപ്പെണ്ണ്. അതിൻ്റെ സ്നേഹം എല്ലാവർക്കും അവളോട് ഉണ്ടതാനും. അവർ 4 പേർക്കും ക്കിടയിൽ ഒരു കുട്ടിയെപ്പോലെ കൊഞ്ചി കളിച്ചു നിൽക്കുന്നവളോട് എന്നത്തെയും പോലെ താരയ്ക്ക് കുശുമ്പ് തോന്നി. ദേ,
ഈ പെണ്ണിനെ എല്ലാവരും കൂടി എടുത്ത് തലയിലാണല്ലോ വെച്ചിരിക്കുന്നത്. എന്തൊരു സ്നേഹം! ഇതിപ്പോൾ പാഞ്ചാലിയുടെ ഗതിയാകുമോ ഈ പെണ്ണിന്? മാലതിയുടെ ചെവിയിൽ വന്നു ഒച്ച കുറച്ച് പറഞ്ഞു മാലതിയുടെ അനിയൻ്റെ ഭാര്യ രമ്യ. എൻ്റെ പൊന്ന് രമ്യ, പയ്യെ ആരെങ്കിലും കേട്ട് വന്നാൽ കുറ്റം എനിക്കാവും. രമ്യയെ കുറച്ച് മാറ്റി നിർത്തി പറഞ്ഞു മാലതി. ചേച്ചിയെപ്പോലെ എനിക്ക് പഞ്ചപുച്ഛം മടക്കി നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് ഈ പെണ്ണിനെ കാണുന്നതേ ഇഷ്ടമില്ല. അത് നീ സുഭാഷേട്ടൻ്റെ പേശയിൽ നിന്ന് രൂപയെടുക്കുന്നത് കണ്ടെന്നും പറഞ്ഞവൾ കയ്യോടെ പിടിച്ചത് കൊണ്ടല്ലേ? മാലതി കളിയാക്കി കുത്തി പറഞ്ഞതും അവരൊന്ന് ഞെട്ടിപ്പോയി. ചേട്ടത്തി ഇപ്പോഴും അത് വിശ്വസിച്ചേക്കുവാ? ആ തലതെറിച്ച സാധനം മനഃപൂർവ്വം എന്നെ കുടുക്കിയതാ. അതിൻ്റെ തിയേറ്ററിൽ വെച്ചൊരു ചെറുക്കൻ്റെ കൂടെ ശ്രുതി കണ്ടു. അതും മുട്ടി ഒരുമിയിരിക്കുന്നേ. അത് ഞാൻ വിജയേട്ടനോട് പറഞ്ഞ എൻ്റെ ചൊരുക്ക് അല്ലാതെന്ത്? രമ്യ വാതിലിനപ്പുറത്തേക്ക് ചെരിഞ്ഞു നോക്കി പറയുമ്പോൾ ആ 4 പേരുടെ ഇടയിൽ ചിരിച്ചു നിൽക്കുന്ന മഹയെ ഇഷ്ടക്കേടോടെ നോക്കി. അശ്രീകരം. നമ്മുടെ താരമോളെക്കാളും എല്ലാവർക്കും ഇഷ്ടം ഈ പെണ്ണിനെയാണ്. കൊഞ്ചിച്ച് വഷളാക്കിയതിൻ്റെ നോക്കിക്കോ, മതില് ചാടും ഈ പെണ്ണ്. അതിനു മുമ്പ് 2 പെറാതിരുന്നാൽ അത് ഭാഗ്യം. ദേ രമ്യ, ആവശ്യമില്ലാത്ത പറയല്ലേ നീ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാതിലേക്ക് നോക്കി പറഞ്ഞവർ. ഞാൻ പറയുന്നതാണോ കുഴപ്പം? എല്ലാവരും കൂടി കൊഞ്ചിച്ച് വെച്ച് ആ പെണ്ണ് പണി തരും. ഈ 2 കുടുംബത്തിനെയും ചോരയൊന്നുമല്ലല്ലോ അവൾ. ആർക്കോ പിഴച്ചുണ്ടായ സന്തതി. രമ്യ നിർത്ത്. എൻ്റെ കഷ്ടകാലത്തിന് ഈ കുടുംബത്തിൽ കുറച്ച് പേർക്കറിയാവുന്ന രഹസ്യം നിന്നോടൊന്ന് പറഞ്ഞു പോയി. നിൻ്റെ വായിൽ നിന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ സുഭാഷേട്ടൻ ഈ വീട്ടിൽ നിർത്തില്ല എന്നെ. പിന്നെ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും, അവിടെ നിൽക്കും. മാലതി താക്കീത് പോലെ പറഞ്ഞതും സ്വന്തം കയ്യാൽ വായ പൊത്തി കളഞ്ഞു രമ്യ. എന്നാലും ആരുമില്ലാത്ത ഒരുത്തി ഇത്രയൊക്കെ സ്വത്തൊക്കെ അനുഭവിക്കുന്നതാണെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം. ഇന്ന് ആരെക്കുറിച്ചാണ് BBC വാർത്ത? അകത്തേക്ക് കയറുന്ന കൂടെ മഹാ ഉറക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ തോളിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ചു. അപ്പോഴേക്കും വാല് പോലെ മറ്റുള്ളവരും പുറകിൽ വന്നിരുന്നു. എന്നെക്കുറിച്ചാണോ ആൻറ്റി കുറ്റം പറയുന്നത്? ഏയ് അല്ല, മോളെക്കുറിച്ച് എന്ത് പറയാൻ? ഒരു കുറ്റവുമില്ലാത്ത കുട്ടിയല്ലേ മഹാ. പേര് പോലെ തന്നെ മഹാലക്ഷ്മി. അവർ അവളുടെ താടിയെ പിടിച്ച് കൊഞ്ചിച്ച് പറയുമ്പോൾ ഉള്ളി വല്ലാത്തൊരു വെറുപ്പാണ് രമ്യയ്ക്കുണ്ടായിരുന്നത്. അവർ ഉണ്ടാക്കി വെക്കുന്ന ഉണ്ണിയപ്പത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ശിവയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു മഹാലക്ഷ്മി. ഒരെണ്ണം എടുത്ത് കാർത്തിക്കും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. അവളും ഒരെണ്ണം വായിലിട്ടു. ദേ മഹേച്ചി, ബ്യൂട്ടീഷ്യൻ വന്നു കേട്ടോ, വൈകുന്നേരത്തേക്ക് ഒരുങ്ങണ്ടേ? താരേച്ചിയെ ഒരുക്കാൻ തുടങ്ങി. അടുത്ത വീട്ടിലെ മാള് ഓടി വന്ന് പറയുമ്പോൾ മഹ അവരെ വിട്ടുകൊണ്ട് അവളുടെ പുറകെ ഓടി. പുറകെ മറ്റുള്ളവരും വന്നു. എനിക്ക് ലൈറ്റ് മെഹന്തി ഇടണം. ദേ ആ പോയതിനെ സൂക്ഷിച്ചു. മാലതിയോടായി പയ്യെയാണ് പറഞ്ഞെങ്കിലും ഒച്ച കുറച്ച് കൂടിപ്പോയിരുന്നു രമ്യയ്ക്ക്. ആരുടെ കാര്യമാണ് രമ്യ ഈ പറയുന്നേ? അനില ചിരിയോടെ അകത്ത് വന്ന് പറയുമ്പോൾ അവളുടെ മുഖം ഒന്ന് വിളറിപ്പോയി. അത് ഞാൻ വെറുതെ. അവർ നിന്നൊന്ന് വിളറി. 7 മണിയാകുമ്പോൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങണ്ടേ ചേട്ടത്തി? അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണ്ടേ? മാലതി രമ്യയെ രക്ഷപ്പെടുത്താൻ എന്ന പോലെ പറഞ്ഞു. പിന്നെ വേണ്ടേ, ആളുകൾ അപ്പോഴേക്കും വരികയും ചെയ്യും. ഇനിയിപ്പോൾ സമയം പെട്ടെന്ന് പോകും. ദേവയും അല്ലുവും പിന്നെ ചേട്ടന്മാരുടെ മക്കളും കൂട്ടുകാരുമൊക്കെ കൂടി ഗാനമേള പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആണോ? എന്നാലൊരു കലക്കും മെഹന്തിയുടെ. അപ്പോഴേക്ക് സ്പീക്കറിൽ അടിപൊളി പാട്ടുകൾ കേട്ടു തുടങ്ങിയിരുന്നു. ഈ സമയം മുറ്റത്തായി കെട്ടി ഉയർത്തിയ പന്തലിൽ പാട്ടിനൊപ്പം നൃത്തം ചെയ്തു തുടങ്ങിയിരുന്നു മഹാലക്ഷ്മി. ബേബി പിങ്ക് നിറമുള്ള ലഹങ്കയിട്ട് കൊണ്ടൊന്ന് വണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വട്ടം കറങ്ങി അവൾ. എന്നെ കാണാൻ നിന്നെക്കാൾ സൂപ്പർ അല്ലേടി താരേച്ചി. അവസാനം മിനുക്ക് പണിയെന്നോണം മുഖം ടച്ചപ്പ് ചെയ്യുമ്പോഴാണ് മഹയുടെ ചോദ്യം. ഓ, പറയുന്നത് കേട്ട തോന്നുമല്ലോ നാളെ നിൻ്റെ കല്യാണമാണെന്ന്. സാരി ഉടുത്തുകൊണ്ട് രമ്യ ചോദിച്ചപ്പോൾ കയ്യിലിരിയുന്ന ലിപ്സ്റ്റിക്ക് മേശയിലേക്ക് വെച്ചുകൊണ്ട് എളിയിൽ 2 കൈ കുത്തി നിന്നു മഹ. അതെന്താ, എനിക്ക് കെട്ടാൻ കൊള്ളില്ലേ? 19 നിന്ന് 20 കാല് കുത്തുന്ന തരുണീ മണിയാണ് ഞാൻ. പറയാൻ പറ്റുമോ?
നാളെ പെട്ടെന്നൊരു ചെക്കൻ വന്ന് മഹാലക്ഷ്മിയെ കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന് പറയുമെന്ന്. അവൾ പറഞ്ഞു തീർന്നതും അവരുടെ സംസാരം കേട്ട് ചിരിക്കുവാണ് ഒരുക്കാൻ വന്നവരും ബന്ധുക്കളായവരും. ഓ, അപ്പോൾ കെട്ടാൻ മുട്ടി നിൽക്കുവാണല്ലേ നീ? അതെന്താ, മുട്ടിയാലേ കെട്ടാൻ പറ്റൂ? ആൻറ്റി, സമ്പത്ത് കാലത്ത് തെങ്ങിൻ തൈ നട്ടാൽ ചാകാൻ കിടക്കുമ്പോൾ വെള്ളം കുടിക്കാലോ. എന്താ? കരിക്കും വെള്ളം കുടിക്കാലോ. അനിലേ, വിജയേട്ടനോട് പറഞ്ഞ് വേഗം നീ പെണ്ണിനെ കെട്ടിച്ചോ, അല്ലെങ്കിൽ പെണ്ണ് പാരമ്പര്യം കാണിക്കും. അവസാന വാക്കുകൾ ഒച്ച കുറച്ച് പറഞ്ഞതുകൊണ്ട് ആരും കേട്ടില്ല. ദേ, വിളക്ക് സ്റ്റേജിലേക്ക് എടുത്തു വെച്ചു. പെണ്ണിനെ വിളിക്കൂ കേട്ടോ. ഇപ്പോൾ തന്നെ സമയം 6:45. ഡോറി തട്ടി വിജയൻ പറഞ്ഞതേ ഓടി വന്ന് ഡോർ തുറന്നത് മഹായാണ്. നായരെ, ഞാൻ എങ്ങനെയുണ്ട്? അച്ഛ എന്ന് വിളിക്കേണ്ട മഹാ. എനിക്കിതാണിഷ്ടം. പറയുന്ന കൂടെ അയാളുടെ മുഖത്തെ വിയർപ്പിനെ തൻ്റെ ഷാൾ കൊണ്ട് തൂത്തു കൊടുത്തു. ഇനി പറയും, നായരുടെ മോളെ കാണാൻ എങ്ങനെയുണ്ട്? അയ്യേ, എന്തോന്നിത് മഹാ. ചുണ്ടിൽ ഈ വക സാധനങ്ങളൊന്നും തൂക്കരുത് പറഞ്ഞിട്ടില്ല ഞാൻ. പറയുകയും ഷർട്ടിൻ്റെ പോക്കറ്റ് കിടന്ന തൂവാലയെടുത്ത് തൂക്കാൻ വേണ്ടി തുടങ്ങിയതും അവൾ തട്ടി മേടിച്ചു. അയ്യോ അച്ഛേ, കഷ്ടപ്പെട്ട് ഒരുങ്ങിയതാണ്. ദേവേട്ടൻ്റെ അല്ലോട്ടൻ്റെ ഒക്കെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ വരുന്നതാണ്. അന്നേരം അവരുടെ മുമ്പിൽ ഒന്ന് ആളാകണ്ടേ? എല്ലാവരും മഹയെ നോക്കണം. അത് വേണോ? ദേ, അച്ഛന് നെഞ്ച് പടപട ഇടിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ കല്യാണപ്രായമായല്ലോ എന്നോർത്ത്. അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിലൂടെ തലോടി. ആ കണ്ണിൽ തൻ്റെ കുഞ്ഞിനോടുള്ള മമത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാകാൻ 9 വർഷം താമസിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് മിനിമം 3 മക്കളെങ്കിലും ആയേനെ. കൈ വിടർത്തി നിരാശ ഭാവിച്ച് തമാശയോടെ പറയുമ്പോൾ പുഞ്ചിരിച്ച് നിന്നിരുന്ന ആ മുഖം വാടിയത് പെട്ടെന്നായിരുന്നു. മഹായുടെ പുറകിൽ അവരുടെ സംസാരം കേട്ട് ചിരിച്ചു നിന്നിരുന്ന അനിലയുടെ മുഖവും വാടിപ്പോയിരുന്നു. അതേ നായരെ, അങ്ങോട്ട് മാറിക്കേ. മൈലാഞ്ചിടലിനുള്ള സെറ്റപ്പ് കുറച്ചുകൂടി ചെയ്യണം. എൻ്റെ പാട്ടുണ്ട്. കൂവിയെ കരുതി രണ്ടുപേരും പറയുകയും ഓടിപ്പോവുകയും ചെയ്തിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് ചിരിക്കുമ്പോൾ ആ ചിരിയിൽ പല അർത്ഥങ്ങളുണ്ടായിരുന്നു. കാത്തിരിപ്പിൻ്റെ, വേദനയുടെ, അപമാനത്തിൻ്റെയൊക്കെ അർത്ഥങ്ങൾ. തുടരും. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാട്ടോ. കഴിഞ്ഞ ഭാഗത്തിൽ കുറച്ച് തെറ്റുകൾ ഉണ്ടായിരുന്നു. അടുത്ത ഭാഗത്തിൽ ഉണ്ടെങ്കിൽ തിരുത്താം.